أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 178 ആയത്താണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കും പടിഞ്ഞാറും തിരിക്കുന്നത് പുണ്യമൊന്നുമല്ല. എന്നാൽ അള്ളാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും അവനോടുള്ള സ്നേഹം നിമിത്തം അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിയാത്രക്കാരനും ധനസഹായം ആവശ്യപ്പെടുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ധനം നൽകുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ പാലിക്കുകയും കഷ്ടപ്പാടിലും ദുരിതാവസ്ഥയിലും യുദ്ധാവസരത്തിലും സഹനം കൈക്കൊള്ളുകയും ചെയ്യുന്നവരത്രേ സാക്ഷാൽ പുണ്യവാന്മാർ. അവർ സത്യം പാലിച്ചവരാണ്. അവർ തന്നെയാണ് യഥാർത്ഥ ഭക്തന്മാർ. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകുകയാണ്. ഹുദൂർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു: ഈ ആയത്തിൽ അള്ളാഹു നന്മയെയും തഖ്വയെയും സംബന്ധിച്ച ഇസ്ലാമിക വീക്ഷണം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥ പുണ്യമെന്താണെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യത്യസ്ത സമുദായങ്ങൾക്കും വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ആളുകൾക്കും പുണ്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ നിർവചനങ്ങളാണുള്ളത്. ചിലർ ഒരു കാര്യത്തെ പുണ്യമായി കാണുമ്പോൾ മറ്റു ചിലർ അതിനെ പുണ്യമായി കാണുന്നില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലെ ആളുകൾക്കിടയിലും ഇതിൻ്റെ നിർവചനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് ഒരു ഹാജിയെ, അതായത് ഹജ്ജ് ചെയ്ത വ്യക്തിയെ വലിയ പുണ്യവാനായി കണക്കാക്കുന്നു. ആ വ്യക്തി നോമ്പോ നമസ്കാരമോ മറ്റ് മതപരമായ നിയമങ്ങളോ പാലിക്കുന്നില്ലെങ്കിലും അവർ ഹാജിയാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആളുകൾ അവനെ വലിയ പുണ്യവാനായി പരിഗണിച്ചേക്കാം. അവൻ തൻ്റെ സമയം വെറുതെ കളയുന്നവനാണെങ്കിലും തൻ്റെ ഉള്ളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെങ്കിലും അവൻ ഹാജിയാണല്ലോ എന്ന് കരുതി അവനെ പുണ്യവാനായി കണക്കാക്കുന്നു. എന്നാൽ അറബ് രാജ്യങ്ങളിൽ ഒരാൾ ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അയാളെ പുണ്യവാനായി കണക്കാക്കില്ല. മറിച്ച് അവിടെ ഉദാരമനസ്കനായ ഒരാളെയാണ് അവർ പുണ്യവാനായി കാണുക. ഇതേപോലെ യൂറോപ്പിൽ ഇസ്ലാം വ്യാപിക്കുകയാണെങ്കിൽ അവർ നോമ്പിനെ വലിയ പുണ്യമായി കണ്ടേക്കാം. കാരണം അവർ ഭക്ഷണപ്രിയരാണ്. അതിനാൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നവരാരോ അവർ വലിയ പുണ്യവാന്മാരായി കണക്കാക്കപ്പെടും. ഹജ്ജിനോ സക്കാത്തിനോ നമസ്കാരത്തിനോ പകരം നോമ്പ് അനുഷ്ഠിക്കുന്നതിന് അവർ മുൻഗണന നൽകിയേക്കാം. നമ്മുടെ രാജ്യത്ത് ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ വലിയ പുണ്യവാനാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ സഹാബികളുടെ കാലത്ത് ഒരാളുടെ പുണ്യം അളക്കുന്നതിനുള്ള മാനദണ്ഡം കേവലം നമസ്കാരം മാത്രമായിരുന്നില്ല. കാരണം അന്ന് എല്ലാവരും കൃത്യമായി നമസ്കരിക്കുന്നവരായിരുന്നു. അന്ന് വലിയ ത്യാഗങ്ങളും കഠിനമായ പരീക്ഷണങ്ങളും നേരിടാൻ തയ്യാറുള്ളവരെയാണ് അവർ വലിയ പുണ്യവാന്മാരായി കണ്ടിരുന്നത്. അത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരുന്നു. ചുരുക്കത്തിൽ ഓരോ കാലത്തും ഓരോ നാട്ടിലും ഓരോ സമുദായത്തിലും പുണ്യത്തിൻ്റെ നിർവചനം വ്യത്യസ്തമാണ്. ഈ ആയത്തിൽ അള്ളാഹു അരുളി ചെയ്യുന്നത് ഇതാണ്:
നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. ആരെങ്കിലും മുഖം തിരിച്ച് നമസ്കരിച്ചാൽ തന്നെ അവനിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പുണ്യം എന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു പ്രത്യേക ആന്തരികാവസ്ഥയാണ്. ബാഹ്യമായ ചലനങ്ങൾ ആ ആന്തരിക അവസ്ഥയുടെ കേവലം ഒരു അടയാളം മാത്രമാണ്. ആ ബാഹ്യമായ പ്രവൃത്തികളിൽ ഹൃദയത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കുന്നതോ നോമ്പ് നോൽക്കുന്നതോ ഹജ്ജ് ചെയ്യുന്നതോ ആയ യാതൊരു കാര്യത്തിനും ഒരു വിലയുമില്ല. കാരണം ആന്തരികമായ അവസ്ഥയില്ലാത്ത ഈ പ്രവൃത്തികൾ തുരുമ്പിച്ച ആയുധങ്ങൾ പോലെയാണ്. ഒരുവൻ്റെ കയ്യിൽ വാളുണ്ടെങ്കിലും അത് തുരുമ്പിച്ചതാണെങ്കിൽ അതുകൊണ്ടെന്ത് ഫലം? അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കാത്ത കർമ്മങ്ങൾക്കും അവൻ്റെ അടുക്കൽ യാതൊരു വിലയുമില്ല. ഈ ആയത്തിൽ യഥാർത്ഥ പുണ്യത്തിൻ്റെ അടയാളങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ യഥാർത്ഥ പുണ്യം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ഹൃദയത്തിലെ ആത്മാർത്ഥതയുമാണ് വേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനെ ഓർക്കുവാനും അവൻ്റെ സൃഷ്ടികളോട് സഹാനുഭൂതി കാണിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ, അനാഥരോടും അഗതികളോടും സ്നേഹം വളർത്തുന്നില്ലെങ്കിൽ, കേവലം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മുമ്പ് ഏതാനും സൂക്തങ്ങൾക്ക് മുമ്പ് അള്ളാഹു മുസ്ലിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാകുന്നു, അതിനാൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. അതായത് മുസ്ലിങ്ങളെ, ഇന്ന് നിങ്ങൾ ദുർബലരായിരിക്കാം, എന്നാൽ ഒരു ദിവസം അള്ളാഹു നിങ്ങളെ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഭരണാധികാരികളാക്കും. നിങ്ങൾ എവിടെ പോയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയങ്ങൾ ലഭിക്കും. കാരണം അള്ളാഹു നിങ്ങൾക്ക് ഭൗതികമായ വിജയങ്ങൾ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ജനതയ്ക്ക് ഭൗതികമായ വിജയങ്ങൾ ലഭിക്കുമ്പോൾ അവർ ഭൗതികതയിലേക്ക് ആകർഷിക്കപ്പെടുവാനും അള്ളാഹുവിനെ മറക്കുവാനുമുള്ള വലിയ സാധ്യതയുണ്ട്. ഈ വിജയങ്ങൾ അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കാൻ അള്ളാഹു ഈ ആയത്തിൽ വിശ്വാസികളെ അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. അതായത് കിഴക്കും പടിഞ്ഞാറും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലല്ല യഥാർത്ഥ പുണ്യമുള്ളത്. ഈ വിജയങ്ങൾ അള്ളാഹു നൽകുന്ന ഭൗതികമായ ഒരു അനുഗ്രഹം മാത്രമാണ്. എന്നാൽ യഥാർത്ഥ പുണ്യമെന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നതാണ്. കൂടാതെ ബന്ധുക്കൾ, അനാഥർ, അഗതികൾ, യാത്രക്കാർ, ചോദിച്ചു വരുന്നവർ എന്നിവരോടുള്ള കടമകൾ നിർവഹിക്കുകയും അടിമകളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് പുണ്യം. അതുപോലെ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക. ബുദ്ധിമുട്ടുകളിലും യുദ്ധരംഗത്തും ക്ഷമയോടെ ഉറച്ചു നിൽക്കുക. കേവലം ഭൗതികമായ നേട്ടങ്ങളിൽ മാത്രം സംതൃപ്തരാകാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സേവിക്കുന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വിശദീകരണം അടുത്ത ദർസിൽ വിവരിക്കുന്നതായിരിക്കും. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.